ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഇന്ന് ഒരു അടിപൊളി ചിക്കൻ സ്ട്രിപ്സ് റെഡിയാക്കി എടുത്താലോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ചിക്കൻ സ്ട്രിപ്സ് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത് നോക്കാം കേട്ടോ. ഇതൊരു ഞാൻ വെറൈറ്റി രീതിയിലാണ് കേട്ടോ ട്രൈ ചെയ്ത് നോക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഇല്ലയോ എന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇതിൻ്റെ ഒരു ക്രിസ്മസ് ഞാൻ ഇപ്പോൾ കേൾപ്പിച്ച് തരാം കേട്ടോ. ഇത് റെഡിയാക്കി എടുക്കാനായിട്ട് ഞാൻ ബോൺലെസ് ചിക്കനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ നൈസായിട്ട് ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. നമ്മൾ ചിക്കൻ സ്ട്രിപ്സ് ആണ് റെഡിയാക്കി എടുക്കുന്നത്. ചിക്കൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, സോയാ സോസ്, ജിഞ്ചർ ഗാർലിക് പൗഡർ, പെപ്പറിക്കയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ആ ഒരു കോട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കി എടുക്കാം. അരക്കപ്പ് മൈദയിലേക്ക് അരക്കപ്പ് കോൺഫ്ലവറും മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം കേട്ടോ. ചിക്കനിലേക്ക് ഒരു മുട്ടയും അരക്കപ്പ് അളവിൽ മൈദയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കട്ടിയായിട്ട് തോന്നിയാൽ കുറച്ച് പാല് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ ഈ ഒരു പരുവത്തിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസിലേക്ക് ഓരോന്നായിട്ട് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇങ്ങനെ കുടഞ്ഞു കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു കറക്റ്റ് ടെക്സ്ചറിൽ കിട്ടും. നമ്മൾ ബേക്കിംഗ് പൗഡർ യൂസ് ചെയ്തുകൊണ്ട് തന്നെ നല്ല പോലെ ഇത് ക്രിസ്പി ആയിട്ട് ഫ്രൈ ആയിട്ട് കിട്ടും കേട്ടോ. കുക്കറിലാണ് ഞാനിത് ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ കറക്റ്റ് പെട്ടെന്ന് നമുക്കിത് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. കുക്കറിലേക്ക് ചിക്കൻ മുങ്ങിക്കിടക്കാൻ അളവിന് നമുക്ക് എണ്ണ എടുക്കാം. അത് നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം മാത്രം നമുക്ക് ചിക്കൻ ഇട്ട് കൊടുത്താൽ മതിയാവും. അതുപോലെ എല്ലാം ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കുക്കറിൻ്റെ അടപ്പൊന്ന് അടച്ചു കൊടുക്കാം. കുക്കറിൻ്റെ വെയിറ്റ് മാറ്റി വെച്ചിട്ടാണ് കേട്ടോ ഞാനിത് അടച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ ഇതുപോലെ കുക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് ഈ ഒരു ചിക്കൻ സ്ട്രിപ്സ് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. ഇത് ഞാൻ മറിച്ചൊന്നും ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ. ഇപ്പം നന്നായിട്ട് വെന്തില്ല എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് മറിച്ചിട്ട് കൊടുത്താൽ മതിയാവും. അങ്ങനെ ഞാൻ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട്. അപ്പം നിങ്ങളും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യാം കേട്ടോ.